അലക്സ് റാം മുഹമ്മദ് പോസ്റ്റ്മോർട്ടം നടപടികളെക്കുറിച്ച് പറയാൻ നമുക്കൊപ്പം ചേരുന്നു. അലക്സ്, പറയൂ. SKN ആനന്ദ് കെ തമ്പിയുടെ മൃതദേഹം SK ആശുപത്രിയിലാണ്, ഇടപ്പള്ളി SK ആശുപത്രിയിലാണ്. അവിടെ നിന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോവുക. ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉള്ളത് 4 കേസുകളാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മെഡിക്കൽ കോളേജിൽ എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനാൽ തന്നെ ആ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നതിലേക്ക് ആശുപത്രി അധികൃതർക്ക് കടക്കാനാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ആശുപത്രിയിൽ എത്തിയാൽ ഉടനെ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാനുള്ള സജ്ജീകരണങ്ങൾ അവിടെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ആനന്ദ് കെ തമ്പിയെ ഇന്നലെ വൈകുന്നേരത്തോടെ കണ്ടെത്തുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ വിമർശനങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പിൽ കുറച്ചധികം കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ ആ കുറിപ്പ് അത് പോലീസ് വിശദമായി പരിശോധിക്കുമെന്നാണ് അല്പം മുമ്പ് മന്ത്രി വി ശിവൻകുട്ടി, ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ, ജില്ലാ സംസ്ഥാന BJP നേതാക്കളോ RSS നേതാക്കളോ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി തന്നെ പോലീസ് പരിശോധിക്കും എന്നാണ് വ്യക്തമാക്കുന്നത്. കെ മുരളീധരൻ സമാനമായ അഭിപ്രായ പ്രകടനം നടത്തി. ഈ ആരും കേൾക്കാനില്ലാത്ത പാർട്ടിയായി BJP മാറിയിരിക്കുന്നു, ആരോട് പോയി പരാതി പറയണം എന്ന് BJP പ്രവർത്തകർക്ക് അറിയില്ല. അവർക്ക് മറ്റു സാഹചര്യം ഒന്നുമില്ലാതെ വരുമ്പോഴാണ് അവർ ആത്മഹത്യയിലേക്ക് കടക്കുന്നത്. അതല്ല എങ്കിൽ അവർക്ക് പാർട്ടി മാറിയാൽ മതിയല്ലോ എന്നാണ് കെ മുരളീധരൻ തന്നെ ചോദിക്കുന്നത്. എന്താണെങ്കിലും ദാരുണമായ സംഭവമാണ്. ഈ ആത്മഹത്യാക്കുറിപ്പിൽ BJP RSS നേതാക്കൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ആനന്ദ് കെ തമ്പി ഉയർത്തിയിരിക്കുന്നത്. മണ്ണ് മാഫിയ ബന്ധമാണ് ഇതിൽ BJPയെ പ്രതിസന്ധിയിലാക്കുന്നത്. BJP നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട ആനന്ദ് കെ തമ്പിയുടെ പേര് ഒരു ഘട്ടത്തിലും സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടില്ല എന്നും ആനന്ദ് കെ തമ്പി അത്തരത്തിൽ BJPയുടെ സജീവ നേതൃത്വത്തിൽ ഇല്ലായിരുന്നു എന്നും BJP വാദിക്കുന്നുണ്ട്. പക്ഷേ RSSന്റെ സജീവ പ്രവർത്തനത്തിൽ ആനന്ദ് കെ തമ്പി ഉണ്ടായിരുന്നു. അതിൻ്റെ തെളിവുകളും പുറത്തു വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശബ്ദ സന്ദേശങ്ങളും അതാണ് തെളിയിക്കുന്നത്. ഓക്കെ, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ആനന്ദ് കെ തമ്പിയുടെ സംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:30 മണിക്ക് നടക്കും. തിരുവനന്തപുരം കുരിയാത്തി പുത്തൻകോട്ട ശ്മശാനത്തിലാണ് സംസ്കാരം നടക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.